ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന ഇറാൻ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് ഡ്രോൺ അവശിഷ്ടം ഇന്ധന ടാങ്കറിൽ പതിച്ചതോടെ വൻ അഗ്നിബാധ. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി UAE-യിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ സുപ്രധാന ചർച്ച. ഹോർമുസ് കടലിടുക്കിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കാൻ നാറ്റോ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി ഡൊണാൾഡ് ട്രംപ്. US-നെ സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി അവതാളത്തിലാകുമെന്നും ഭീഷണി. ചൈനയ്ക്കും താൽപ്പര്യമുണ്ടെങ്കിൽ സഹായിക്കാം. തെറ്റായ വാർത്തകൾ നൽകുന്ന ചാനലുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ട്രംപിന്റെ ഭീഷണി. ചർച്ചയ്ക്ക് സന്നദ്ധമെന്ന വാർത്തകൾ നിഷേധിച്ച് ഇറാൻ. ആക്രമണം ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയാൽ മാത്രം യുദ്ധം അവസാനിപ്പിക്കാം. മറ്റു രാജ്യങ്ങൾ ഇടപെട്ടാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് മുന്നറിയിപ്പ്. US കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അത്യാധുനിക മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ വാർത്താമാധ്യമങ്ങൾ. 93,000 മെട്രിക് ടൺ LPG-യുമായി 2 ഇന്ത്യൻ ടാങ്കറുകൾ ഗുജറാത്തിലേക്ക്. ശിവാലിക് ഇന്ന് മുന്ദ്ര തീരത്തെത്തും. നന്ദാദേവി നാളെയും തീരമണയും. കൂടുതൽ ടാങ്കറുകൾക്ക് അനുമതി കിട്ടാനായി ഇറാനുമായി ഇന്ത്യയുടെ ചർച്ച. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പത്രികാ സമർപ്പണം ഇന്ന് മുതൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും പ്രചാരണത്തിലും ഇടതുമുന്നണി ഒരു ലാപ്പ് മുന്നിൽ. കോൺഗ്രസിന്റെ ആദ്യ പട്ടിക ഇന്നിറങ്ങിയേക്കും. BJP താരമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിച്ചേക്കും. നിലപാട് കടുപ്പിച്ച് K. സുധാകരൻ ഡൽഹിയിലേക്കില്ലെന്ന് അറിയിച്ചു. ഘടകകക്ഷികളുമായി ധാരണയായെന്ന് കോൺഗ്രസ് നേതാക്കൾ. VD സതീശന്റെ വാദം തള്ളി ജോസഫ്. 98ാമത് ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന് 3 പുരസ്കാരങ്ങൾ. മികച്ച സഹനടി എയ്മി മാഡിഗൻ, സഹനടൻ ഷോൺ പെൻ. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം സിന്നേഴ്സിന്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി A. പത്മകുമാറിനെതിരായ പാർട്ടി നടപടി ഇന്ന്. പത്തനംതിട്ട ജില്ലാ യോഗം രാവിലെ 11 മണിക്ക്. പത്മകുമാറിനെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കിയേക്കും. സഞ്ജുവിനെ വാനോളം പുകഴ്ത്തി ഗംഭീർ. സഞ്ജുവിന്റെ വരവ് ടീമിന് വലിയ ഊർജം നൽകി. ബാറ്റിംഗിൽ തിളങ്ങിയാൽ ആദ്യ 6 ഓവറുകളിൽ തന്നെ കളി ജയിപ്പിക്കുമെന്നും മുഖ്യ പരിശീലകൻ.